കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ കാക്കുന്ന ദൈവ സ്നേഹത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴശാശ്വത ഭുജങ്ങളാൽ അവിടുന്ന് നമ്മെ വഹിക്കുന്നതോർത്ത് നന്ദി പറയാം. എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഏതൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, അതിനെയൊക്കെ തീർക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം, വിശ്വസിക്കണം, കർത്താവിൽ ചാരണം. ദൈവത്തിൻ്റെ എല്ലാ നിറവും നമ്മുടെ മേലുണ്ടാകണം. ആ നിറവിനാൽ നിറഞ്ഞു വരണം. എംറ്റി ആയിരിക്കുന്ന സകല വിഷയങ്ങളെയും നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്. വെറും പാത്രങ്ങളെ നിറയ്ക്കുന്നവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ടാകും. ഒരു ദിവസം നല്ല ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. എത്രയോ പേർ കൈവിട്ടപ്പോഴും ആശയറ്റപ്പോഴും സാധ്യതകൾ അടഞ്ഞപ്പോഴും കൈവിടാത്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരുതുന്ന ഒരു ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. പത്രോസ് പറയുന്നത് അതുകൊണ്ടാണ്, അവിടുന്ന് നമുക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവിടുത്തെ മേൽ ഇട്ടുകൊള്ളുകയും. ആര് കരുതിയില്ലെങ്കിലും കരുതുന്നവൻ, ആര് മാറിയാലും മാറാത്തവൻ. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നുകളഞ്ഞു. അതുകൊണ്ട് ദൈവം ഓർത്തപ്പോൾ അവൻ്റെ മേൽ ഓർഡർ ഇടത്തക്ക രീതിയിൽ ദൈവം യോസഫിനെ അനുഗ്രഹിച്ചു, സ്ഥാനത്തിന് വ്യത്യാസം വരുത്തി. മനുഷ്യൻ ഓർത്താൽ അവനേക്കാൾ ചെറിയ സ്ഥാനത്തെ അവരെ കൊണ്ട് നിർത്തുള്ളൂ, നമുക്ക് തരികയുള്ളൂ. പക്ഷെ ദൈവം ഓർത്താൽ മനുഷ്യൻ തരുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി തരുന്ന തലത്തിലേക്ക് അവിടെ നമ്മെ കൊണ്ടുവരും എന്നുള്ളതിന് സംശയമില്ല. ഹന്നയെ ദൈവം ഓർത്തില്ലേ? ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു വാഗ്ദത്തം പുറത്തു വന്നില്ലേ? റാഹേലിനെ ദൈവം ഓർത്തില്ലേ? നോഹയെ ദൈവം ഓർത്തില്ലേ? അങ്ങനെയെങ്കിൽ തിരുവെഴുത്ത് പറയുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് ഓർക്കും. യഹോവ നമ്മെ ഓർക്കും. ഓർത്താൽ അവിടുന്ന് അനുഗ്രഹിക്കും. അതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രിയ സഹോദരങ്ങളെ, മറ്റാരും ഓർത്തില്ല എന്നോ ചിന്തിച്ച്
നിങ്ങൾ ഭയപ്പെടരുത്. നമ്മളെ ദൈവം ഓർത്താൽ മതിയല്ലോ. ദൈവം ഓർത്താൽ ലോകം ഓർക്കുന്നത് പോലല്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ മൊർദെഖായിയെ ദൈവം ഓർത്ത റൈറ്റ് ടൈമിലാണ്. അവൻ്റെ മേൽ വന്ന സകല നിന്ദകളെയും അപമാനങ്ങളെയും ദൈവം എടുത്തു മാറ്റി. തനിക്കും തൻ്റെ കുലത്തിനുമെതിരെ കൊണ്ടുവന്ന നിയമത്തെ ദൈവം തിരുത്തി. ദൈവം ഓർത്തപ്പോൾ തകർക്കാൻ നോക്കി ഹാമാന്യ ശക്തികളെ തകർത്തു. ഇതാണ് ദൈവം ഓർത്താൽ. കലങ്ങിപ്പോയ ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിക്കും. ഈ പകൽ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യം. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണോ ദൈവത്തിങ്കലേക്ക് നോക്കി കണ്ണുനീർ പൊഴിക്കുന്നു. സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. കഷ്ടതയുടെ തീച്ചൂളയിൽ പോയി ആരും സഹായിക്കാനില്ലാതെ, നല്ലൊരു വാക്ക് പറയാനില്ലാതെ, ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതർ പോലും തന്നെ പരിഹസിക്കുന്നു. ശരീരത്തിൻ്റെ വേദനകൾ താങ്ങാൻ പറ്റാത്തത്, ചാരത്തിലിരുന്നോട്ട് കഷ്ണം കൊണ്ട് ചൊറിയുന്നു. കൂടെ നിൽക്കേണ്ട, നല്ല വാക്ക് പറയേണ്ട, സാരമില്ല ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട വ്യക്തികൾ പോലും ദൈവത്തെ തള്ളിപ്പറയാൻ തന്നെ നിർബന്ധിക്കുന്നു. ഭക്തി ഇനിയും മുറുകെ പിടിക്കുന്നു. ഇവിടെ പറയുക, എൻ്റെ സ്നേഹിതന്മാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടെ ദൈവത്തിങ്കലേക്ക് നോക്കും. പ്രിയരെ, അവർ പരിഹസിക്കുമ്പോൾ അവരെ അല്ല യോബ് നോക്കിയത്, താൻ കരഞ്ഞുകൊണ്ട് ദൈവത്തിങ്കലേക്ക് നോക്കി. ദൈവത്തിങ്കലേക്ക് നോക്കിയ ഒരു വ്യക്തിത്വത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. കല്ലേറിനാൽ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല്ലുകടിച്ച് സ്തേഫാനോസിനെതിരെ രൂക്ഷമായി നോക്കുന്ന ഒരു സമൂഹം. സ്തേഫാനോസ് അവരെ തിരിച്ചു നോക്കിയില്ല. സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. യേശു എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. കല്ലിനെയല്ല നോക്കിയത്, കല്ലെറിഞ്ഞവരെയല്ല നോക്കിയത്, ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ തനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സ്വർഗത്തെ കണ്ടെങ്കിൽ യോബും നോക്കിയത് കണ്ണുനീരോടെ ദൈവത്തിങ്കലേക്ക് നോക്കി. ഞാൻ യഹോവയിങ്കലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുമെന്ന് മിഖാപ്രവചനം 7:7 വായിക്കുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, പ്രതിസന്ധിയിൽ മറ്റെങ്ങും നോക്കരുത്, കാറ്റിനെ നോക്കരുത്, പ്രതികൂലത്തെ നോക്കരുത്, സാഹചര്യങ്ങളെ നോക്കരുത്, കുറ്റം പറയുന്നവരെ നോക്കരുത്, പരിഹസിക്കുന്നവരെ നോക്കി നിരാശപ്പെടരുത്, നിനക്ക് മാർഗിടുന്നവരെ നോക്കി പ്രതികരിക്കരുത്, വിലയിരുത്തുന്നവരെ നോക്കി നിരാശപ്പെടരുത്. ദൈവത്തിങ്കലേക്ക് നോക്കി കണ്ണുനീർ പൊഴിക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ വരുമ്പോൾ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കൊടുത്ത ദൈവം, നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കൊടുത്ത ദൈവം, നഷ്ടപ്പെട്ട തലമുറകളെ തിരിച്ചു കൊടുത്ത ദൈവം, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു കൊടുത്ത ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നോക്കേണ്ടവനെ മാത്രം നോക്കൂ. പ്രതിസന്ധികളെ നോക്കരുതേ, പ്രതികൂലങ്ങളെ നോക്കരുതേ, വെല്ലുവിളികൾ കണ്ട് ഭയപ്പെടാതെ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്താൻ തയ്യാറാകുമെങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ആവർത്തിച്ചു പറയുന്നു. യോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന 42:1-2-3 വായിക്കണം. യഹോവേ, അങ്ങേക്ക് സകലവും കഴിയും, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യത. എപ്പോൾ കണ്ണുനീരോടെ ദൈവത്തിങ്കലേക്ക് നോക്കി താൻ പറയുകയാണ്. അപ്പോഴും നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നില്ല, എങ്കിലും പ്രതീക്ഷയോട് പറയുന്നു, ഞാൻ നോക്കിയത് എവിടാന്ന് എനിക്കറിയാം, അതുകൊണ്ട് അങ്ങേക്ക് തിരിച്ചു തരാൻ കഴിയുമെന്നാണ് പറഞ്ഞത്, അങ്ങേക്ക് സൗഖ്യമാക്കാൻ കഴിയുമെന്ന. ഈ ചാരത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിങ്കിലേക്കാണ് നോക്കിയതെന്ന് യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, അതുകൊണ്ട് എൻ്റെ ദൈവം ലജ്ജിപ്പിച്ചില്ല. എല്ലാവരുടെയും മുമ്പാകെ യോബിനെ ദൈവം മാനിച്ചു.
അവർക്കെല്ലാം ഇയ്യോബ് ഒരു അടയാളമായി തീർന്നു. ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവർക്ക് സൗഖ്യം വന്നു. അങ്ങനെ എങ്കിൽ ഇന്നു പകൽ സഹോദരങ്ങളെ, പ്രതീക്ഷയോടെ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ. ദൈവത്തിങ്കലേക്ക് മനസ്സുയർത്തൂ. ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തൂ. നിങ്ങൾ ലജ്ജിക്കത്തില്ല കേട്ടോ. ആക്ഷേപിക്കുന്ന സമൂഹം കാണട്ടെ, പരിഹസിക്കുന്നവർ കാണട്ടെ. ആവർത്തിച്ചു പറയുന്നു, അവരെ നോക്കരുത്. ആ ശബ്ദമല്ല കേൾക്കേണ്ടത്, കല്ലുകളെയല്ല കാണേണ്ടത്. സ്വർഗത്തിങ്കലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു കർത്താവുണ്ട്. എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം അവിടുന്ന് എഴുന്നേറ്റു. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ അതിനകത്താക്കി. അങ്ങനെയെങ്കിൽ ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. നോക്കൂ ദൈവത്തിങ്കലേക്ക്. ഞാനോ എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. സ്തോത്രം. കാത്തിരിക്കാൻ തയ്യാറാകൂ, നോക്കാൻ തയ്യാറാകൂ. ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തൂ. ദൈവത്തോട് മാത്രം പറയൂ, മറ്റുള്ളവരോട് പ്രതികരിക്കേണ്ട. നോക്കേണ്ടവരെ നോക്കൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ എൻ്റെ കർത്താവിനെ നോക്കൂ. ലജ്ജിച്ചു പോകില്ല, ലജ്ജിച്ചു പോകില്ല. അയ്യോബേ, നീ ലജ്ജിച്ചു പോയില്ലല്ലോ. സ്തെഫാനോസിൻ്റെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങിയില്ലേ? തൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചില്ലേ? ദൈവത്തിലേക്ക് നോക്കുന്നവനെ ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്നു പകൽ വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. സർവശക്തിയുള്ള ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ അങ്ങയുടെ മുഖത്തേക്ക് കണ്ണുനീരോടെ നോക്കുമ്പോൾ ദൈവം വാകെ ഹൃദയം പകർന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കി പരാജയപ്പെട്ടില്ലല്ലോ. കർത്താവെ, നോക്കിയാരും പരാജയപ്പെട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇന്നു പകലും ഞങ്ങൾ പ്രതികൂലങ്ങളുടെ നടുവിലും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങ് ശക്തി പകരുന്ന ദൈവമാണ്. അങ്ങ് ബലം കൽപ്പിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുന്നവനാണ്. ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുന്നവനാണ്. ഈ പകലിലും കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. പ്രവർത്തിക്കുന്നവൻ്റെ കരം, വിടുവിക്കുന്നവൻ്റെ കരം, ഇന്നും ഞങ്ങളോട് കൂടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വമുള്ള ഭുജം അനുകൂലമായിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വത്സല്യ സഹോദരങ്ങളെ, കണ്ണുനീരോടെ ദൈവത്തിങ്കലേക്ക് നോക്കൂ. നഷ്ടപ്പെട്ടത് തിരിച്ചു തരും. ബന്ധങ്ങളെ ദൈവം കൂട്ടിയോജിപ്പിക്കും. ആരോഗ്യവും രോഗശാന്തിയും നൽകും. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് ദൈവം നടത്തും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ അസ്മിച്ചു.